നമ്മൾ ഈ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പം ലോജിക്ക് തപ്പി നടക്കുന്ന തെളിവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഈ വീഡിയോ ഒന്ന് കാണണേ. നമുക്ക് എല്ലാത്തിനും പ്രൂഫ് വേണം, ലോജിക്ക് വേണം. അള്ളാഹുവിനെ പോലും ലോജിക്ക് കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തണം എന്നതാണ് നമ്മുടെ വാശി. നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒന്നാണ് അള്ളാഹു എങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിനെ നമ്മൾ റബ്ബ് എന്ന് വിളിക്കുന്നത്? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ സൈസിൽ ഒതുങ്ങുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം ദൈവം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആക്ച്വലി ദൈവമല്ല, കേവലം നമ്മുടെ ജസ്റ്റ് ഇമാജിനേഷൻ മാത്രമായിരിക്കും അത്. ഒരു 5 വയസ്സുകാരന് ക്വാണ്ടം ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ഫിസിക്സ് തെറ്റായതുകൊണ്ടോ ഫിസിക്സ് ഇല്ലാത്തതുകൊണ്ടോ അല്ല, ആ കുട്ടിയുടെ തലച്ചോറ് അതിന് മതിയാവാത്തതുകൊണ്ടാണ്. ഇതേപോലെ തന്നെയല്ലേ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ റബ്ബിന്റെ സ്ഥാനം ഉണ്ടായിരിക്കുക. നമ്മുടെ ഈ 3D ലോകത്തിന്റെ ലോജിക്ക് വെച്ചിട്ട് അതിനപ്പുറമുള്ള ഇൻഫിനിറ്റി പവറായിട്ടുള്ള അള്ളാഹുവിനെ അളക്കുക എന്നത് തന്നെ ഒരു ഫെയിലിയർ മിഷനാണ്. നമ്മുടെ ഈ ലോജിക്ക് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ ലൈഫിനെ, ഈ ഭൗതിക ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. അപ്പൊ അതിനപ്പുറമുള്ള അള്ളാഹു എന്ന ഒരു സുപ്രീം റിയാലിറ്റിയെ അളക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധി കൊണ്ടൊന്നും കൂട്ടിയാ കൂടുന്നൊന്നല്ല അത് എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. എന്നിട്ടും നിങ്ങൾക്ക് തെളിവ് വേണം എന്നാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മില്യൺസ് ഓഫ് സെൽസ് ഒരു സെക്കൻഡ് പോലും തെറ്റാതെ, തളരാതെ, കോർഡിനേഷൻ നഷ്ടപ്പെടുത്താതെ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമുക്ക് പിടികിട്ടാത്ത ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട് എന്ന് സമ്മതിക്കലാണ് റിയൽ ലോജിക്. ദൈവാസ്തിത്വത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സാധാരണ വിശ്വാസികൾ ഉന്നയിക്കുന്ന മറ്റൊരു വാദമാണ് ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള, മനുഷ്യനെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു യാഥാർത്ഥ്യമാണ് ദൈവം എന്നുള്ളതാണ്. അതേ ഒരു വാദം തന്നെയാണ് ഇവിടെ ഈ ഒരു വ്യക്തിയും ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ദൈവം എന്നുള്ളത് മനുഷ്യന്റെ ഒരു നിസ്സാരമായ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ തെളിവ് അന്വേഷിച്ചു പോകുന്നതോ ദൈവത്തിൽ ലോജിക്ക് തേടുന്നതോ യുക്തിസമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ക്വാണ്ടം ഫിസിക്സ് 5ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാകാത്തത് ക്വാണ്ടം ഫിസിക്സ് തെറ്റായത് കൊണ്ടല്ല, ആ കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ്, ആ കുട്ടിയുടെ പരിമിതി കൊണ്ടാണ്. അതേ ന്യായമാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിലും പറയുന്നത്. എന്നാൽ ആ ഒരു ലോജിക്ക്, അതൊരു ലോജിക്കൽ ഫാലസിയാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത്. അതായത് അവിടെ ഒരു തെറ്റായ താരതമ്യം നടത്തുന്നുണ്ട്. ക്വാണ്ടം ഫിസിക്സ് ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാകാത്തത് പോലെയല്ല ദൈവത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത്. കാരണം ദൈവത്തെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തെ വാദം. അപ്പോൾ ഇവർ കുറച്ച് മനുഷ്യന്മാർക്ക് മാത്രം ദൈവത്തെ മനസ്സിലാക്കുകയും ബാക്കി ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ചോദിക്കുന്നവർക്കാർക്ക് അവരുടെ ബുദ്ധിക്ക് അത് മനസ്സിലാവാത്തതാണ് എന്നുള്ളൊരു വാദം എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കൽ ഫാലസിയാണ്. പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ദൈവത്തിന്റെ തെളിവായിട്ട് മനുഷ്യ ശരീരത്തിലേക്ക് നോക്കിയാൽ മതി. മനുഷ്യ ശരീരത്തിലെ എണ്ണം പറഞ്ഞ് എന്താ പറയുക, എണ്ണയാൽ ഒടുങ്ങാത്തത്ര കോശങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു കഴിവുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് എന്നുള്ള കഴിവുകൊണ്ടാണെന്ന്. ഇവിടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ദൈവം എന്നുള്ളതിൻ്റെ ഒരു നിർവചനം എന്താണ് എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. ഈ മനുഷ്യനെയും പ്രപഞ്ചത്തെയും മൊത്തം സൃഷ്ടിച്ച ഒരാളാണ് ദൈവമെങ്കിൽ, അങ്ങനെ അതാണ് ദൈവം എന്നുള്ളത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ദൈവത്തെ മനുഷ്യന് മനസ്സിലാക്കാനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഈ മനുഷ്യനെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം മനുഷ്യനെ ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം അവിടെ ആ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അപ്പം അങ്ങനെ ഒരു സ്രഷ്ടാവ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സ്രഷ്ടാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിലേ അർത്ഥമില്ല. ഇന്ന് ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മതങ്ങൾ പറയുന്ന ദൈവം, പ്രത്യേകിച്ച് ഈ വ്യക്തി ഒരു ഇസ്ലാം മതത്തിന്റെ പ്രചാരകനായതുകൊണ്ട് ഇസ്ലാം പറയുന്ന ഒരു ദൈവം ഈ പറഞ്ഞൊരു ക്വാളിറ്റി ഉള്ള ദൈവമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. ഇസ്ലാമിന്റെ ദൈവമായ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ തന്നെ മനസ്സിലാക്കാത്ത ആളുകളെ, അല്ലെങ്കിൽ തന്നെ ആരാധിക്കാത്ത ആളുകളെ നരകത്തിലിട്ട് പൊരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമാണ്. ഒരു പഞ്ചായത്ത് ദൈവമാണ് ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ. ഈ പഞ്ചായത്ത് ദൈവമായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഐൻസ്റ്റീൻ്റെ ബുദ്ധിയോ അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് മനസ്സിലാക്കുന്ന അത്ര ബുദ്ധിയൊന്നും വേണ്ട. ഇതൊരു പഞ്ചായത്ത് ദൈവമാണ്. അതായത് മനുഷ്യനെ അവനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ, നരകത്തീയിലിട്ട് വറുത്തെടുക്കാൻ കാത്തു നിൽക്കുന്ന, ദേഷ്യം വരുന്ന, കോപം വരുന്ന, സങ്കടമുള്ള, വികാരങ്ങളുള്ള ഒരു സാധാ മനുഷ്യന്റെ പ്രതികാരവും പ്രതികാരദാഹിയായ ഒരു മനുഷ്യന്റെ സ്വഭാവ വൈകൃതങ്ങൾ മുഴുവനുള്ള ഒരു ദൈവത്തെയാണ്, തന്നെ ആരാധിക്കുന്ന ആളുകളെ ഒരു 4ാം കിട വ്യഭിചാരശാല പോലെയുള്ള ഒരു സ്വർഗത്തിൽ പാരിതോഷികം കൊടുത്ത് എത്തിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ മനസ്സിലാക്കാൻ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ദൈവത്തിന് ദൈവം ആവാനുള്ള ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ കോമൺ സെൻസ് മതി.